അവരുടെ ജീവിതം എത്ര മനോഹരം. അവർ പോയ വഴികളിൽ ഞങ്ങളെ ചേർത്തിടല്ല. ഞങ്ങളെ കാര്യങ്ങളും മറ്റ് മുറാദുകളും അവരുടെ ബർക്കത്തിലാ ഫത്ഹാക്കി നൽകല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആദരവായ ഉള്ളാൾ സയ്യിദ് താജുൽ ഉലമാ റളിയല്ലാഹു അൻഹു, ജബ്ബാർ മസ്താൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളാണ്. അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരസ്ഥമാക്കിക്കൊണ്ട് ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തു അവർ അള്ളാഹുവിലേക്ക് മടങ്ങിയവർ. ജബ്ബാർ മസ്താൻ ഉള്ളാളത്ത് നിന്നും മൂണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒച്ചിലയിൽ ഈ വരുന്ന 28, 29 തീയതികളിലായി ഉറൂസ് മുബാറക്ക്. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തിൻ്റെ മാതൃകയായിരുന്നു. ഈ വിനീതനും ഒരുപാട് തവണ മഹാനെ നേരിൽ കണ്ട് അവിടുന്ന് നസീഹത്തുകൾ കിട്ടുകയും വളരെ കറാമത്തിൻ്റെ ഉടമയായ ശൈഖ് അവറുകൾ ജീവിതത്തിൽ 2 ആത്മീയ ഗുരുക്കളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖാൽ ബഹുമാനപ്പെട്ട ഉമയനല്ലൂർ മുഹമ്മദ് ബിൻ അൻഫാസി അൽ ഖാദിരി എന്ന് പറയുന്ന മഹാനവറുകളും അവറുകളുടെ വഫാത്തിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് ഈ മഹാനുമായി അടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു തങ്ങളും കൂടിയാണ്. അൽഹംദുലില്ലാ, നാം കാണുന്ന വ്യാജമായ തരീഖത്തുകൾ ഒരുപാട് നടക്കുകയാണ്. കള്ളന്മാരാണ് കൂടുതലും ഉള്ളത്. അള്ളാഹുവിൻ്റെ പേരിൽ നാടകം കളിക്കുകയാണ്. തലയിൽ പട്ടുമിട്ട് ആൾക്കാരെ വഞ്ചിക്കുവാൻ വേണ്ടി അവർ ദുനിയാവിന് വേണ്ടി അവർ അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു സ്ഥാനവുമില്ലാത്തവരാണ്. കാരണം അവർ അള്ളാഹുവിനെ ലയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും അവർ ഇബാദത്ത് ചെയ്യുക. അവരുടെ ഓരോ ശ്വാസവും അള്ളാഹുവിലേക്കുള്ള ദിക്റായിരിക്കും. മറ്റൊരാളെ ഒരിക്കലും അവർ കുറ്റം പറയുകയില്ല. അവർ സുന്നത്തുകൾ മുറുകെ പിടിക്കും. അവർ നിസ്കാരമുള്ളവരായിരിക്കും. അള്ളാഹുവിനെ യഥാസമയവും അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ, അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അതിമനോഹരമായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ദിക്റിലും അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കും. ദുനിയാവുമായി യാതൊരു ബന്ധവും കാണുകയില്ല. അവരാണ് യഥാർത്ഥ വിജയികൾ. അല്ലാതെ ഇന്ന് കാണുന്നത് ദുനിയാവിന് വേണ്ടി ഞാൻ ശൈഖാണെന്നും പറഞ്ഞ് നടന്നുകൊണ്ട് പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ചീത്ത പറയുകയാണെങ്കിൽ അവനും ആരിഫിനും മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അവൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹത്വമുള്ള ആളാണെന്ന്. പണ്ഡിതന്മാരാണ് തീരുമാനിക്കുക. അവരെ തെറി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യാജന്മാർ തന്നെയാണ്.